എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ക്രിയകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മരണാനന്തര ക്രിയകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 15 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം പേല ആചരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ക്രിയകളൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പുനർജന്മം എന്തുകൊണ്ടുണ്ടാകുന്നു, അതുപോലെ മോക്ഷം എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ മോക്ഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും എല്ലാവരും ചെയ്തു എന്ന് വരില്ല. അത് പണ്ട് കാലങ്ങളിൽ തൊട്ട് ഇപ്പം മഹർഷിമാരായി പോയവർ അങ്ങനെയുള്ളവരൊക്കെ മോക്ഷത്തിന് ശ്രമിക്കുള്ളൂ. എല്ലാവർക്കും ആ സമയത്ത് മോക്ഷം എല്ലാവർക്കും എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊക്കെ വളരെ 1 കോടി പേരിൽ ഒരാൾക്കൊക്കെ മോക്ഷം കിട്ടുള്ളൂ. മോക്ഷത്തിലെത്തിയ ഒരാൾക്ക് മരണാനന്തര ക്രിയകളുടെ ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷത്തിലെത്തിയവർക്ക്. ഈ മോക്ഷത്തിലെത്താത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മരണം എന്ന് പറയുമ്പോൾ ഒരു മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നമ്മൾ പുലയൊക്കെ ആചരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ പുലയൊക്കെ ആചരിക്കുന്നത്? അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പുല തന്നെ ഒന്നാമത് എന്ത് തരത്തിലാണ്? അപ്പം മരിച്ച വീട്ടിലാണ് ഒരു രോഗം വന്നോ എങ്ങനെയെങ്കിലും ആയാലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചൈതന്യം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ എന്താവും? ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നു പറഞ്ഞു അല്ലേ? ശരീരത്തിന് എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത്? ശരീരത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം വിഘടിക്കപ്പെടുന്നു. അപ്പോൾ ബാക്ടീരിയകൾ അതിനെ വിഘടിക്കും. കുറച്ചു നേരം കഴിഞ്ഞാൽ അതിലെ അഗ്നി ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീർക്കും, ശരീരം ചീർത്ത് വികൃതമാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ആ ശരീരത്തെ പെട്ടെന്ന് തന്നെ സംസ്കരിക്കണം എന്ന് പറയുന്നത്. അതിലെങ്കിൽ ബാക്ടീരിയകൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുളിച്ചിട്ട് വേണം. ശവശരീരത്തിന് നമ്മൾ മടിയിൽ വെക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കൂടി പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ കുളിക്കുന്നത് അതാണ്. അപ്പം ശവശരീരത്തെ കുളിപ്പിച്ച് അത് കഴിഞ്ഞ് അതിനെ നമ്മൾ കത്തിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ശരിക്കും മാവ് വെട്ടിയാണ് നമ്മൾ കത്തിക്കുന്നത്. ഈ മാവിന് ഒരു ഗുണം കൂടിയുണ്ട്. മാവിൻ്റെ വിറക് ഈ ബാക്ടീരിയകളെ നശിപ്പിക്കും. അപ്പം ശവശരീരത്തിൽ ബാക്ടീരിയകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ബാക്ടീരിയ, വൈറസ് ഇതൊക്കെ വന്നു ചേരും. കാരണം അത് അവരുടെ പ്രവൃത്തിയാണ് അതിനെ വിഘടിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർ വന്നു ചേരും. അപ്പം അത് അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാണ്ട് അത് ആ ബാക്ടീരിയകളും രോഗാണുക്കളും ഒക്കെ ഒന്ന് നശിച്ചു പോകാൻ വേണ്ടിയാണ് നമ്മൾ കത്തിച്ച് കളയണം എന്ന് പറയുന്നത്. അപ്പോൾ കുഴിച്ചിടുന്നതിനേക്കാൾ കത്തിച്ച് കളയുന്നതാണ് ഈ ഹിന്ദു ആചാരധർമ്മപ്രകാരം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഴിച്ചിടുമ്പോൾ അതിൻ്റെ ആ ബാക്ടീരിയകളൊക്കെ അവിടെ ഇങ്ങനെ പെരുകി അങ്ങനെയൊക്കെ ആവുന്നു. അപ്പം അതിനേക്കാളും ആ ശരീരത്തെ കത്തിച്ച് കളയുമ്പോൾ എല്ലാ ബാക്ടീരിയകളും പോകും. പിന്നെ അത് കഴിയുമ്പോൾ അസ്ഥിയൊക്കെ അങ്ങനെ നുറുങ്ങി ഇതായി പിന്നെ നമ്മൾ അതിനെയൊക്കെ വെള്ളത്തിലൊഴുക്കി കളയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതോടുകൂടി ഇതിനു വേണ്ടിയാണ്. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുളിക്കണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ആ ഒരു ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതായത് മരിച്ചവരെ ദഹിപ്പിച്ച ശേഷം കുളിക്കുന്നതും കുളിച്ച ശേഷം മാത്രം വീട്ടിലേക്ക് വരുന്നത്. പിന്നെ ദുഃഖ ആചരണമാണ് നമ്മൾ ഈ 10 ദിവസം. ആര് മരിച്ചാലും നമ്മൾക്ക് മാനസികമായിട്ട് മരണം ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കില്ലല്ലോ എല്ലാവരും മരിക്കുക. എല്ലാവരും മോക്ഷത്തിലെത്തിയിട്ടല്ല മരിക്കുക. അപ്പോൾ അവരുടെ മനസ്സ് അവിടെ തങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ ശരീരത്തെക്കുറിച്ച് നേരത്തെ ഭാഗവതത്തിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് കത്തിച്ചു കഴിയുമ്പോൾ ചാരമായി പോകാം, അല്ലെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളായി പോകും. വെള്ളം വെള്ളമായി പോകും, ഇരുമ്പ് ഭൂമിയിലേക്ക്, അതുപോലെ കാൽസ്യം അങ്ങനെയുള്ളതൊക്കെ ഭൂമിയിലേക്ക് വേർപെട്ട് പോകും. ബാക്ടീരിയകൾ അതിനെല്ലാം വേർപെടുത്തും. പിന്നെ അത് സസ്യങ്ങൾ വീണ്ടും വലിച്ചെടുക്കുന്നു, അങ്ങനെ തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ എല്ലാം അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ശരീരം അങ്ങനെ പോയി. ആത്മാവ് എന്ന് പറയുന്നത് ഈശ്വരനാണെന്ന് പറഞ്ഞു നമ്മൾ. ആത്മാവ് അത് ചൈതന്യം ഇതിൽ വിലയം പ്രാപിച്ചു, ഈശ്വരനിൽ വിലയം പ്രാപിച്ചു, വായുവിൽ വിലയം പ്രാപിച്ചു എന്ന് പറയാം. പക്ഷെ മനസ്സ് എന്നൊന്ന് ബാക്കിയുണ്ട്. ഈ മനസ്സ് എവിടെ പോയി? മനസ്സ് എവിടേക്കും പോയിട്ടില്ലെങ്കിൽ മനസ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭഗവാനിലേക്ക് ചേർക്കാനുള്ള ക്രിയകളൊന്നും ആ തരത്തിലുള്ള സാധനങ്ങളൊന്നും അനുഷ്ഠിക്കാത്തവരായിരിക്കാം മിക്കവാറും പേര്. അപ്പം മനസ്സ് അവിടെ തങ്ങി നിൽക്കും. അപ്പോൾ അതൊരു 15 ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ ഈ ക്രിയകൾ ചെയ്യണോ അതുവരെ ആ മനസ്സ് അവിടെ തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ദുഃഖാചരണം ചെയ്യണം എന്ന് പറയും. അപ്പം നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രം, അതായത് നമ്മൾ ദൂരെ എവിടെയെങ്കിലും ഒരാൾ മരിച്ചുകൊണ്ട് നമുക്ക് ആ വീട്ടിൽ അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മുടെ പുല ആചരിക്കണം എന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ബന്ധുവുമായി ബന്ധപ്പെട്ട് മരിക്കുന്നവർക്ക് നമ്മൾ പുല ആചരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഈ 10 ദിവസമെങ്കിലും. ഇപ്പം ഇന്നൊക്കെ ആൾക്കാർ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചുരുക്കുകയാണ്.
അപ്പം അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഒരു 10 ദിവസമെങ്കിലും നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. ആ മരിച്ചുപോയ മനസ്സിന് നമ്മളോടുള്ള ആ ഒരു ഇത് വിട്ടുപോകാൻ, അവർക്ക് സ്വർഗത്തിൽ, അതായത് അവർക്ക് മോക്ഷം കിട്ടാൻ, മരിച്ചുപോയ ആ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവർക്ക് മരണശേഷം ആ മനസ്സിന് മോക്ഷം കിട്ടാൻ, ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത്. അപ്പം മരണത്തിന് മുമ്പ് തന്നെ നമ്മൾ മോക്ഷത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ ഭാഗവത്ത് പറഞ്ഞു. അത് ചെയ്യാത്തവർക്ക് വേണ്ടി ഇത് നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മുടെ മനസ്സിലും അവരോടുള്ള വിയോഗം ഉണ്ടാവും, അവരോടുള്ള അവർ മരിച്ചതിലുള്ള ദുഃഖം ഉണ്ടാവും, അവർക്കും ഇവിടം വിട്ടു പോകാനുള്ള ദുഃഖം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ്, അതൊരു പ്രേതഭാവത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ നല്ല രീതിയിൽ ഭഗവാനിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സംസ്കാര ക്രിയകൾ പലതും നമ്മൾ അതിനു വേണ്ടിയുള്ള ആചാര്യന്മാരുണ്ടല്ലോ അല്ലെ, മരണാനന്തര ക്രിയ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ അതിൻ്റെ വേദമന്ത്രങ്ങളൊക്കെ പഠിച്ചവരായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ആ മന്ത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പൂജ ചെയ്ത് നമ്മൾ നദിയിലൊക്കെ ഇങ്ങനെ കൊടുത്ത്, പിന്നെ കാക്കയ്ക്ക് നമ്മൾ അരി കൊടുക്കുന്നു. കാക്കയ്ക്ക് കാക്കയുടെ കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആത്മാക്കൾ കാക്കയായി വന്നിട്ട് അങ്ങനെ കൊത്തി തിന്നുക അങ്ങനെയൊന്നുമല്ല. അതായത് ഒരിക്കൽ ഒരു കാക്കയ്ക്ക് ധർമ്മദേവൻ ഒരു യജ്ഞം നടക്കുന്ന സമയത്ത് രാവണൻ ആ യജ്ഞം മുടക്കാൻ വേണ്ടി പോയി. അപ്പൊ ദേവന്മാരെ എല്ലാവരെയും ഉപദ്രവിക്കാൻ പോയപ്പോൾ ദേവന്മാരൊക്കെ ഓരോ രൂപത്തിൽ മറഞ്ഞു നിന്നു. അപ്പോൾ മരണദേവനായ യമൻ ധർമ്മരാജാവ് അദ്ദേഹം ഒരു കാക്കയുടെ രൂപത്തിലും ദേവേന്ദ്രൻ ഒരു മയിലിന്റെ രൂപത്തിലൊക്കെയാണ് അവിടെ മറഞ്ഞു നിന്നത്. അങ്ങനെ രാവണൻ പോയ ശേഷം അവര് ആ യജ്ഞമൊക്കെ പൂർത്തിയാക്കി വരുന്ന സമയത്ത് മരണദേവനായ യമൻ കാക്കയോട് പറഞ്ഞു, നിന്റെ രൂപമാണല്ലോ ഞാൻ എടുത്തത്, അതുകൊണ്ട് നിനക്ക് ഞാനൊരു വരം തരാം. നീ മരിക്കുന്നവരൊക്കെ ആരെങ്കിലും മരിച്ചാൽ അവർ ബലി അർപ്പിക്കുമ്പോൾ ആ അരി നിനക്കുള്ളതാണ് എന്ന് കാക്കയ്ക്ക് വരം കൊടുത്തു. അങ്ങനെയാണ് കാക്ക നമ്മൾ മരിച്ചു കഴിഞ്ഞ് ബലിയിടുമ്പോൾ ആ അന്നം ആര് കൊത്തണം? കാക്ക കൊത്തിയാലേ ആ ആത്മാവിന് മോക്ഷം കിട്ടണമെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ധർമ്മരാജാവ് ആ ആത്മാവിന് മോക്ഷം, കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ധർമ്മരാജാവ് പ്രീതിപ്പെടുകയും ആ യമരാജാവ് അല്ലെങ്കിൽ ധർമ്മരാജാവ് എന്ന് പറയും, യമരാജാവ് പ്രീതിപ്പെടുകയും ആ ആത്മാവിന് മോക്ഷം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പൂജാദികൾ ചെയ്ത് ആചാര്യന്മാർ പറഞ്ഞു തരുന്ന പോലെയുള്ള എല്ലാ ക്രിയകളും ചെയ്ത് നമ്മൾ കാക്കയ്ക്ക് ബലിയർപ്പിച്ച് പിന്നെ നമ്മൾ നദിയിൽ കുളിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ആ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു പഴഞ്ചൻ ശീലം എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളയുന്ന ഇന്നത്തെ ഒരു രീതി ശരിയല്ല. അപ്പം അതിലൊക്കെ അർത്ഥമുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ പൂർവികർക്ക് നല്ല ലോകങ്ങൾ കിട്ടാൻ, പിതൃലോകങ്ങളിൽ നിന്ന് അവർ സന്തോഷമായിരിക്കാൻ വേണ്ടിയും അവർ ചെയ്ത പാപങ്ങൾ ഇല്ലാതാവാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും 10 ദിവസം നമ്മളത് ചെയ്ത് ആചരിച്ച് എല്ലാം ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? ഞാൻ പറയുന്നതല്ല, വേദങ്ങൾ അനുശാസിക്കുന്നതാണ്. നമ്മുടെ പൂർവികർ എഴുതി വെച്ചിട്ടുള്ള വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. എല്ലാവരും അതൊക്കെ തന്നെ ആചരിക്കും. നമസ്കാരം.